ഹായ്, ഗുഡ് മോർണിംഗ്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റാക്ക് ഇൻ 8085 മൈക്രോ പ്രോസസ്സറാണ്. എന്താണ് സ്റ്റാക്ക് എന്നുള്ളതൊക്കെ നമുക്കറിയാം. സ്റ്റാക്കിൻ്റെ രണ്ട് ഓപ്പറേഷനാണ് നടക്കുക. പുഷ്, പോപ്പ്. അതിൻ്റെ ടോപ്പിലായിരിക്കും നടക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻസ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാക്ക്, അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റാക്കിൻ്റെ ആവശ്യം, എങ്ങനെയാണ് അത് ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, സ്റ്റാക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിസർവ്ഡ് മെമ്മറി ലൊക്കേഷൻ ഇൻ ദ റീഡ് ഓർ റൈറ്റ് മെമ്മറി. അത് സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിസർവ്ഡ് മെമ്മറി ലൊക്കേഷനാണ്. പിന്നെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറിയിൽ. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ ഒരു റീഡ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയിലെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷനാണ് ഗ്രൂപ്പ് ഓഫ് റിസർവ്ഡ് മെമ്മറി കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന സമയത്ത് മനസ്സിലാക്കും. അതാണ് സ്റ്റാക്ക് എന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഓഫ് ബൈനറി ഇൻഫർമേഷൻ ഡ്യൂരിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ ബൈനറി ഇൻഫർമേഷൻസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. എപ്പോൾ? ഡ്യൂരിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്യുന്നത്. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് ഡിഫൈൻഡ് ഇൻ ദ പ്രോഗ്രാം ബൈ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ LXISP. അപ്പോൾ ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാക്ക് ഓപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. അതായത് LXISP. LXI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 16 ബിറ്റ് അഡ്രസ്സാണ്, ഒരു ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, ഇതിന് ഈ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററിന് ഷോർട്ടാക്കിയതാണ് SP എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററാണ്, ഒരു 16 ബിറ്റ് അഡ്രസ്സാണ്, ഒരു 16 ബിറ്റ് ഇൻസ്ട്രക്ഷനാണ് ഇത് വരുന്നത്. ഇത് എന്താ ചെയ്യുന്നത്? LXISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫങ്ഷൻ ഓഫ് സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ടു ഹോൾഡ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പോൾ ഈ LXISP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റാക്ക് പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള അഡ്രസ്സ് ഹോൾഡ് ചെയ്ത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് ആ സ്റ്റാക്ക് പോയിൻ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റത്തെ അഡ്രസ്സായിരിക്കും എന്ത് ചെയ്യുക, അതിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡാറ്റ ബൈറ്റ് ഇൻ ദ രജിസ്റ്റേർഡ് പെയർ. കണ്ടോ, രജിസ്റ്റേർഡ് പെയർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഓഫ് എന്ന് പറയാൻ കാരണം. ഓക്കെ, രജിസ്റ്റേർഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെമ്മറി ലൊക്കേഷൻ ഇതിനുണ്ടായിരിക്കും. അപ്പോൾ ഒറ്റ പുഷ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്പറേഷൻ എന്തുണ്ടാവും, നമ്മൾ രണ്ട് മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യാം. ഇതൊരു 1 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് പുഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് 2 ബൈറ്റ്സാണ് ഇതിനെന്ത് ചെയ്യും, യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, 1 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ട് എന്ത് ചെയ്യും, 2 മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യും, ഇതിന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പുഷ് ഓപ്പറേഷൻ ഡാറ്റ ബൈറ്റ്സ് ഇൻ ദ രജിസ്റ്റേർഡ് പെയർ ഓഫ് ദി മൈക്രോപ്രൊസസർ ക്യാൻ സ്റ്റോർ ദ സ്റ്റാക്ക്. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ നമ്മൾ പറഞ്ഞ രജിസ്റ്റേർഡ് പെയർ ഉണ്ടല്ലോ, സ്റ്റാക്ക് പോയിൻ്റർ, അതിലോട്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ. അപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഡാറ്റ ബൈറ്റ്സ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം ദ സ്റ്റാക്ക് ടു എ റെസ്പെക്റ്റീവ് രജിസ്റ്റർ ബൈ യൂസിങ് ദിസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ തിരിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൻ്റെ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ തന്നെയാണ്, സെയിം ഓപ്പറേഷൻ തന്നെയാണ് വരുന്നത്. സിൻസ് 2 ഡാറ്റ ബൈറ്റ്സ് ആർ ബീയിങ് സ്റ്റോർഡ് അറ്റ് എ ടൈം. അതിനെന്ത് ചെയ്യും, അറ്റ് എ ടൈം 2 ഡാറ്റ ബൈറ്റ്സ് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. 2 ഡാറ്റ ബൈറ്റ്സ് എന്ത് ചെയ്യും, അറ്റ് എ ബൈറ്റ് സ്റ്റോർ ചെയ്യും. ദ 16 ബിറ്റ് മെമ്മറി അഡ്രസ് ഇൻ ദ SP ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 2. മനസ്സിലായി? സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്ത് ഉണ്ടാവും, 2 മെമ്മറി ലൊക്കേഷൻ, അതാണ് ഡിക്രിമെൻറ്റഡ് ബൈ 2 എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഡാറ്റ ഒന്ന് റിട്രീവ് ചെയ്യണം, അതായത് അത് പുഷ് ഓപ്പറേഷൻ ആവണം. പോപ്പ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അതേപോലെ എന്തുണ്ടാവും, 2 മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റും ചെയ്യും. ഓക്കെ, 2 മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഡാറ്റ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും പറയാൻ കാരണം എന്താ,
അപ്പോൾ രജിസ്റ്റേർഡ് മെമ്മറി ഇപ്പോൾ 5 സ്പേസ് ആണെങ്കിൽ അതിലോട്ട് എന്ത് ചെയ്യുക, 2 പോപ്പ് ഓപ്പറേഷൻ പുഷ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അവിടുന്ന് 2 മെമ്മറി ലൊക്കേഷൻ കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഡിക്രിമെൻറ്റ് കൊടുത്തത്. പിന്നെ അവിടുന്ന് 2 ഡാറ്റ ഒഴിവാക്കുമ്പോൾ എന്താവും, 2 ഡാറ്റ അവിടെ ഫ്രീ സ്പേസ് വരികയാണ്. അതുകൊണ്ടാണ് അവിടെ ഇൻക്രിമെൻറ്റ് എന്നും പറഞ്ഞത് പോപ്പ് ഓപ്പറേഷനിൽ. ഓക്കെ, അപ്പം ഇനി ഇതെന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പറയാം. ഓക്കെ, സ്റ്റാക്ക് ഓപ്പറേഷൻസ് ഇൻ 8085. സ്റ്റാക്ക് ഓപ്പറേഷൻ ഓൺ ദി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ആരാണ് വന്നത് അതായിരിക്കും ഫസ്റ്റ്. അത് നമ്മൾ സ്റ്റാക്കിൻ്റെ സാധാ ഒരു ഇതാണ്, പ്രിൻസിപ്പിളാണ്. ദ ലൊക്കേഷൻ ഓഫ് ദി മോസ്റ്റ് റീസെൻറ്റ് ഡാറ്റ ഓൺ ദി സ്റ്റാക്ക് ഈസ് നോൺ ആസ് ടോപ്പ്. അപ്പോൾ ഏറ്റവും ഡാറ്റ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഡാറ്റൻ്റെ പൊസിഷനെ നമ്മൾ എന്ത് പറയുക, റീസെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും, ടോപ്പ് എന്നാണ് പറയാം. അതായത് ടോപ്പ് എന്നാണ് പറയുക. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്. കണ്ടന്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ സ്റ്റാക്ക് യൂസിങ് പുഷ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ക്യാൻ റിസ്ട്രോ അല്ലെങ്കിൽ റിട്രീവ് ദ കണ്ടന്റ് ബൈ യൂസിങ് ദ ഇൻസ്ട്രക്ഷൻ പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ അതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, പുഷ് ഓപ്പറേഷനും തിരിച്ചെടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, പോപ്പ് ഓപ്പറേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ കോഡ് എങ്ങനെ, ഇൻസ്ട്രക്ഷൻ എന്താ വരിക, അത് താഴെ ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. LXI SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോഡ് ദ സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ വിത്ത് 16 ബിറ്റ് അഡ്രസ്സ്. അപ്പോൾ ഇത് സ്റ്റാക്കിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക. മനസ്സിലായോ? LXI SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SP പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ, ആ മെമ്മറി. പുഷ് RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പുഷ് ഓപ്പറേഷൻ നടത്താനുള്ള കോഡാണ്. RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പെയർ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതൊക്കെ പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് അതാണ്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡാറ്റ അവിടുന്ന് എന്ത് ചെയ്യാം, മെമ്മറി ലൊക്കേഷന് റിട്രീവ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആ സമയത്ത് എന്തുണ്ടാവും, ഒന്നും കൂടി നമുക്ക് എന്തുണ്ടാവും, മനസ്സിലാവും. അപ്പോൾ അതൊന്നും കൂടി ഇതിനെക്കുറിച്ച് പറയാണ്. പുഷ് RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, ഒരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞത്. ദി ഇൻസ്ട്രക്ഷൻ കോപ്പി ദ കണ്ടന്റ് ഓഫ് ദി സ്പെസിഫൈഡ് രജിസ്റ്റേർഡ് പെയർ ഓൺ ദി സ്റ്റാക്ക് ആസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അപ്പോൾ ഇത് താഴെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഡാറ്റ കൊടുക്കുന്ന സമയത്ത് അതിനൊരു ഹൈ ഓർഡർ രജിസ്റ്റർ ഉണ്ടാവും, ലോ ഓർഡർ രജിസ്റ്റർ ഉണ്ടായിരിക്കും. 2 മെമ്മറി ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ, പെയറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പെയർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഓർഡർ രജിസ്റ്ററും രണ്ടാമത്തെ ലോ ഓർഡർ രജിസ്റ്ററും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം കണ്ടന്റ് ദ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻറ്റ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദി ഹൈ ഓർഡർ രജിസ്റ്റർ ആർ കോപ്പി ടു ദ ലൊക്കേഷൻ. അപ്പോൾ ഹൈ ഓർഡർ ഇതിലുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, സ്റ്റാക്ക് പോയിൻ്ററിലോട്ട് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. രണ്ടാമത് ദ സ്റ്റാക്ക് പോയിൻ്റർ ഈസ് അഗെയിൻ ഡിക്രിമെൻറ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദി ലോ ഓർഡർ രജിസ്റ്റർ ആർ കോപ്പി ടു ദ ലൊക്കേഷൻ. പിന്നെ എന്തുണ്ടാവും, അതിലോട്ട് എന്തുണ്ടാവും, ലോ ഓർഡറിലുള്ള ഡാറ്റ അതിലോട്ടും കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 ഇതുണ്ടായിരിക്കും, ഹൈ ഓർഡർ ഉണ്ടാവും, ലോ ഓർഡർ ഉണ്ടാവും. ഫസ്റ്റ് എന്താവും, ഹൈ ഓർഡർക്ക് ഡാറ്റ കോപ്പി ചെയ്യും, ഹൈ ഓർഡർക്ക് ഡാറ്റ കോപ്പി ചെയ്യും. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓർഡർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇത് പറയുന്നത്. ഇത് അതേപോലെ തന്നെ ഇതിപ്പോൾ ഇതിപ്പോൾ ഡിക്രിമെൻറ്റ് പറഞ്ഞില്ലേ. അപ്പോൾ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രിമെൻ്റ് ആയിരിക്കും, ഇൻക്രിമെൻ്റ് ആയിരിക്കും. സെയിം നമ്മൾ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് എന്തുണ്ടാവും, അതിൻ്റെ ലോ ഓർഡറിലുള്ള ഡാറ്റ ആയിരിക്കും വരിക, പിന്നെ ഹൈ ഓർഡറിലുള്ള ഡാറ്റ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, അവിടെ ആദ്യം ഹൈ ഓർഡർ, അവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഹൈ ഓർഡർ ആയിരുന്നു പറഞ്ഞിരുന്നത്, പിന്നെ ലോ ഓർഡർ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇത് എന്തുണ്ടാവും, ആദ്യം ലോ ഓർഡറത്തെ ഡാറ്റ ആയിരിക്കും എന്ത് ചെയ്യുക, പോപ്പ് ചെയ്യുക, പിന്നെ ഹൈ ഓർഡറത്തെ ഡാറ്റയാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ നോക്കുക, LXI SP 2099H. അതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, LXI H. ഓക്കെ, LXI ഹൈ ഓർഡർ മെമ്മറി ലൊക്കേഷനാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് അതിനെക്കുറിച്ച് താഴെ തന്നെ വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ LXI SP 2099H will initialize the stack pointer with the address 2099H. അപ്പോൾ എന്തുണ്ടാവും, അപ്പോൾ ഇനിഷ്യലൈസേഷനാണ് അല്ലേ, അതായത് വിൽ ബി ഇനിഷ്യലൈസ് ആൻഡ് സ്റ്റോർ ദ പോയിന്റ് ഓഫ് ദ അഡ്രസ്സ്. അപ്പോൾ എന്ത് ചെയ്യും, ഇനിഷ്യലൈസ് ചെയ്യാണ് മെമ്മറി സ്റ്റാക്ക് പോയിൻ്റർ. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ സ്റ്റോർ ചെയ്യുന്ന സ്റ്റാക്ക് പോയിൻ്റർ അഡ്രസ്സ് ഏതായിരിക്കും, 2099H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ എന്തുണ്ടാവും, സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്തിട്ട് ആ മെമ്മറി അഡ്രസ്സ് എന്ത് ചെയ്യും, അതിലോട്ട് ഇത് ചെയ്യാണ്. പിന്നെ LXI H അല്ലേ, 42F2H വിൽ ഇനിഷ്യലൈസ് ഓർ ലോഡ് HL രജിസ്റ്റർ പെയർ വിത്ത് 42F2H ഡാറ്റ
ആൻഡ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ആയിരിക്കും, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്തുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഐ ഓർഡർക്ക് എന്ത് ചെയ്യും, ഡാറ്റ അതിലോട്ട് എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ LXI എച്ചിലോട്ട് എന്തുണ്ടാവും, ഒരു ഡാറ്റ വരും. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എന്ത് ചെയ്യും, അതിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യും. അതെന്ത് ചെയ്യും, HL ഹൈ ഇതപ്പം എന്താണ് HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി രജിസ്റ്റേർഡ് പെയറിലോട്ട്. നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ HL എന്നൊക്കെ പറഞ്ഞ മെമ്മറി രജിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഓക്കെ, എന്നിട്ട് അത് പെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AB എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ HLD എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലേ, ഇതന്നെ ABC AB, അതേപോലെ തന്നെ DH ഉണ്ടാവും, അപ്പുറത്ത് FCEL എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് എന്തുണ്ടാവും, അതിലോട്ട് HLക്ക് രജിസ്റ്റേർഡ് പേർക്ക് എന്തുണ്ടാവും, 42 F2 H എന്ന് പറഞ്ഞ ഡാറ്റ എന്തുണ്ടാവും, ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുന്ന സമയത്ത് ഹൈ ഓർഡറിലോട്ട് എച്ചിലോട്ട് എന്തുണ്ടാവും, 42 വരും, എല്ലിലോട്ട് എന്തുണ്ടാവും, F2 വരും. മനസ്സിലായോ? പുഷ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തുണ്ടാവും, പിന്നെ അടുത്ത് ഓക്കെ. അപ്പോൾ അതങ്ങനെ എടുക്കും. അത് കഴിഞ്ഞ ശേഷം ആഫ്റ്റർ ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, ഈ ഡാറ്റ എങ്ങനെയായിരിക്കും ഇതിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ SP-യിൽ ആദ്യം എന്തുണ്ടാവും, 2099 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ എന്തുണ്ടാവും, അതിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ ഈ 2099 മെമ്മറി ലൊക്കേഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ. അതാണ് നമ്മളെ സ്റ്റാക്കിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് എന്തുണ്ടാവും, ഈ നമ്മളെ രജിസ്റ്ററിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നോക്കി അടുത്ത ഇമേജിലോട്ട് നോക്കാം കേട്ടോ. ഇവിടെ നോക്കി ഈ സൈഡിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളെ മെമ്മറി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, മെമ്മറിയിൽ നോക്കിയാൽ സ്റ്റാക്ക് ഓർഡറിൽ മെമ്മറി എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. താഴത്തെ എക്സ് എന്ന് പറഞ്ഞ ഭാഗമാണ് 2099 എന്ന് പറഞ്ഞ മെമ്മറി. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് SP എന്ന് പറഞ്ഞ ഇതിലോട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കണ്ടൻറ്റ് 42 F2 H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യുന്നതോട് കൂടി എന്തുണ്ടാവും, അതിൽ H എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ 42 വരും, L എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ F2 എന്ന് പറഞ്ഞ ഡാറ്റയും വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഓപ്പറേഷൻ നടക്കും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ LXI H എന്ന് പറഞ്ഞ അതോടുകൂടി നടക്കും. അപ്പോൾ അതിൻ്റെ മെമ്മറി ഓക്കെ, അപ്പോൾ അതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ആ മെമ്മറിയിലോട്ട്. അപ്പോൾ 2099 മെമ്മറിയാണ് സ്റ്റാക്കിൻ്റെ ഫസ്റ്റത്തെ. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ 2 മെമ്മറി ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യണം, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് H ആണ്. പുഷ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, പുഷ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് push H instruction the stack pointer is decreased by 1 to അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് അവിടെ മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരുന്നത് 2099 ആയിരുന്നു നമ്മൾ മെമ്മറി ലൊക്കേഷൻ. അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒന്ന് ഡിക്രീസ് ചെയ്യും. ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ 2098 ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ലൊക്കേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ഡാറ്റ, അതായത് HL ഡാറ്റ സ്റ്റോർ ചെയ്ത് HL 42 എന്നുള്ള ഡാറ്റ എന്ത് ചെയ്യും, ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. എഗെയിൻ എന്തുണ്ടാവും, ഒന്നും കൂടി എന്തുണ്ടാവും, മെമ്മറി ലൊക്കേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ 98 എന്തുണ്ടാവും, 97 ആയിട്ട് മാറും SP. ഓക്കെ, അപ്പോൾ അതായിരിക്കും ടോപ്പ്. അപ്പോൾ 97 ആവും, 2097. എന്നിട്ട് അങ്ങോട്ട് എന്തുണ്ടാവും, നമ്മളെ F2 എന്നുള്ള ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കും. സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ LXI SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2099 H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റാർട്ടിങ് മെമ്മറി ലൊക്കേഷൻ എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ മുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യണം, അതിൽ സ്റ്റോർ ചെയ്യില്ല, അത് മുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, പുഷാണ് സമയത്ത് ഓരോന്നായിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യും, പോപ്പാണ് സമയത്ത് ഓരോന്ന് എന്തുണ്ടാവും, ഇൻക്രിമെൻറ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, LXI SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2099 ആണ് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാക്ക് തുടങ്ങുന്നത് എന്ന് അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് പിന്നെ നമ്മളെ സ്റ്റാക്ക്, അതായത് പിന്നെ നമ്മളെ രജിസ്റ്റർ ഇല്ലേ മെമ്മറി, അതിലോട്ട് ഡാറ്റ ലോഡ് ചെയ്യാണ്. LXI H ആ മെമ്മറി ലൊക്കേഷനിലിട്ട് 42 F2 എന്ന് പറഞ്ഞ ഡാറ്റ വരും. അപ്പോൾ അതെന്തുണ്ടാവും, 2 ഭാഗത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. 42 H-ലുണ്ടായിരിക്കും, F2 ലോ ഓർഡറിലും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ശേഷം അടുത്ത കോഡ് പുഷ് H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
രണ്ട് ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. രണ്ട് കാര്യം. ആദ്യം എന്തുണ്ടാവും, അതിൻ്റെ ഹൈ ഓർഡറിലുള്ള ഡാറ്റ കോപ്പി ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഓർഡറിലുള്ള ഡാറ്റ. അപ്പോൾ പുഷ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹൈ ഓർഡറിലുള്ള ഡാറ്റ എന്തുണ്ടാവും, നമ്മളൊന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അതായത് നമ്മളെ സ്റ്റാക്ക് നിൽക്കുന്ന മെമ്മറിയിൽ നിന്ന് എന്തുണ്ടാവും, ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. അതായത് 2098 ആയിട്ട് മാറും മെമ്മറി ലൊക്കേഷൻ. എന്നിട്ട് അങ്ങോട്ട് എന്തുണ്ടാവും, ഹൈ ഓർഡറിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യും. ഉടനെ തന്നെ മെമ്മറി ലൊക്കേഷൻ ഒന്നുകൂടി ഡിക്രിമെൻറ്റ് ചെയ്യും. കാരണം നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 F2 ആണ്. ഓക്കെ, ഉടനെ തന്നെ എന്തുണ്ടാവും, ഒന്നുകൂടി ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം F2 എന്തുണ്ടാവും, ആ ലൊക്കേഷനിലും സ്റ്റോർ ചെയ്യും. അതോടുകൂടെ നമ്മൾ എന്തായി, ഈ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു. എന്ത്, പുഷ് എച്ച് എന്നുള്ളത് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചൊരു ഡിലേ കൗണ്ടിങ് നടക്കും. കുറച്ചൊരു ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, കുറഞ്ഞ നേരം ഒരു കൗണ്ടർ അവിടെ വർക്ക് ചെയ്യും. നമുക്ക് കുറഞ്ഞൊരു ഡിലേ. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, പോപ്പ് എച്ച്, കണ്ടൻറ്റ് സ്റ്റാക്ക് ആൻഡ് രജിസ്റ്റർ ആഫ്റ്റർ പുഷ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്തുണ്ടാവും, ഡാറ്റ കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാവും, ഇതിലോട്ട് ഡാറ്റ ഇങ്ങനെ വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാവും, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് പുഷ് എച്ച് ഇൻസ്ട്രക്ഷൻ ദ സ്റ്റാക്ക് പോയിന്റർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ഡാറ്റ ഡിക്രീസ് ചെയ്യും. ആൻഡ് കണ്ടന്റ് ഓഫ് എച്ച് കോപ്പി ടു ദ മെമ്മറി ലൊക്കേഷനിലോട്ട് എന്തുണ്ടാവും, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദ സ്റ്റാക്ക് അഗെയിൻ ഡിക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡാറ്റയും കണ്ടൻറ്റും എന്തുണ്ടാവും, അതിൻ്റെ ലോ ഓർഡറത്തെ ഡാറ്റ മെമ്മറി ലൊക്കേഷനും അതിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോപ്പ് ഓപ്പറേഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. പോപ്പ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അവിടുത്തെ എന്തുണ്ടാവും, ഡാറ്റ തിരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, ഡാറ്റ അവിടെ നിന്ന് എന്തുണ്ടാവും, പോകും. ഓക്കെ, അപ്പോൾ പുഷ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മളെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ഒക്കെ കഴിഞ്ഞ ശേഷം അടുത്ത എന്താണ്, പോപ്പ് എച്ച് ആണ്. പോപ്പ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റ, ആദ്യത്തെ ഡാറ്റ അവിടെ എന്താ ഉണ്ടാവുക, ഫസ്റ്റത്തെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 ആയിരിക്കും ഉണ്ടായിരിക്കുക. F2 ആ ഡാറ്റ എന്തുണ്ടാവും, ഈ രജിസ്റ്ററിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റത്തെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓർഡറിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുക, ലോ ഓർഡറിൽ നിന്നാണ് ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക. പോപ്പ് ഓപ്പറേഷൻ നടക്കുക L എന്നുള്ള രജിസ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക. പിന്നെയാണ് എച്ച്. പുഷ് ചെയ്ത സമയത്ത് ആദ്യം എച്ചും പിന്നെ എല്ലും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്തുണ്ടാവും, ആദ്യം എല്ല് എടുക്കും. അപ്പോൾ ടോപ്പിൽ അതാണല്ലോ ഉള്ളത് സ്റ്റാക്കിൽ. അപ്പോൾ എന്തുണ്ടാവും, ആ ഡാറ്റ എന്തുണ്ടാവും, ഇങ്ങോട്ട് എടുക്കും, F2 എല്ലിലോട്ട് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് എന്തുണ്ടാവും, മെമ്മറി ലൊക്കേഷൻ എന്തുണ്ടാവും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. മറ്റെന്താണ്, ഡിക്രീസ് ചെയ്യാണ്, ഡിക്രിമെൻ്റ് അർത്ഥമാണ്. ഇത് ഇൻക്രിമെൻ്റ് അർത്ഥം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ എത്തും, 2098 ആ ഡാറ്റ എന്തുണ്ടാവും, എച്ചിലോട്ടും കോപ്പി ചെയ്യും. മനസ്സിലായോ? പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടൻറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ 2097H അതേപോലെ തന്നെ 2098H ഈ രണ്ട് മെമ്മറി ലൊക്കേഷൻ ഉണ്ടല്ലോ. ഈ രണ്ട് മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ എന്താവില്ല, പോവൊന്നുമില്ല. എവിടെ വരെ, വേറെ ഏതെങ്കിലും ഡാറ്റ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് വരെ ഈ ഡാറ്റ എന്തുണ്ടാവും, ഈ മെമ്മറി ലൊക്കേഷനിലെ ഡാറ്റ പോവൊന്നുമില്ല, ഡാറ്റ അവിടെ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ അത് വേറെ ഡാറ്റ അതിലോട്ട് വരുന്ന സമയത്താണ് ഇത് എന്തുണ്ടാവുക, റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാണ് സംഭവിക്കുക. ഓക്കെ, ഡാറ്റ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ് നമ്മളെ പുഷ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നത്. ഓരോ ലൈൻസും വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.